കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ കർണന്റെ തേരിന്റെ ചക്രം ചളിയിൽ താഴ്ന്നുപോയി. തേരിന്റെ ചക്രം ചളിയിൽ നിന്ന് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് കർണനെ അമ്പ് എയ്തു വധിക്കാൻ പറയുന്നു. ആ സമയത്തു കർണൻ കൃഷ്ണനോട് പറയുന്നു, ഇത് അധർമ്മം ആണ് കൃഷ്ണ, നിരായുധനായ എന്നെ വധിക്കുന്നത് ധർമ്മത്തിന് എതിരാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ കർണനോട് പറയുന്നു, ഇത്രയും കാലം അധർമ്മം പ്രവർത്തിച്ചു, സ്വന്തം കാര്യം വരുമ്പോൾ എന്തിനാണ് ധർമ്മത്തെ കൂട്ടുപിടിക്കുന്നത് കർണ? ഇത്രയും കാലം കൗരവരുടെ കൂടെ കൂടി എല്ലാത്തരത്തിലും ഉള്ള അധർമ്മങ്ങളും ചെയ്തു, ഇപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ ധർമ്മത്തെ കൂട്ടുപിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാ കർണ. ധർമ്മം എന്നാൽ ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതം തസ്മാത് ധർമ്മോ നഹന്തവ്യോ മാ നോ ധർമ്മോ ഹതോവധീത് എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കും, ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ധർമ്മം സംരക്ഷിക്കും. അതിനാൽ ധർമ്മത്തെ നശിപ്പിക്കരുത്, നശിച്ച ധർമ്മം നമ്മെ നശിപ്പിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത് അഭ്യുത്ഥാനമധർമ്മസ്യ ത്വദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോൾ എവിടെയെല്ലാം ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു, ധർമ്മം ആചരിക്കുന്നവരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. പുരാതന എന്ന് പറഞ്ഞാൽ പഴയത് എന്നാണ് അർത്ഥം. സനാതന എന്നാൽ എപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. അതുകൊണ്ടു സനാതൻ ധർമ്മം അനുഷ്ഠിക്കുന്നവരുടെ കൂടെയാണ് ശ്രീകൃഷ്ണൻ എപ്പോഴും ഉണ്ടാവുക. എല്ലാ ഈശ്വരന്മാരും ഉണ്ടാവും.